ചപ്പാത്തിക്കൊപ്പവും ബട്ടൂരയ്ക്കൊപ്പവും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചോളെ മസാല എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതും നമ്മളുടെ പഞ്ചാബി സ്റ്റൈലിൽ. അതിനുവേണ്ടി ആദ്യമേ നമുക്ക് സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയിലപ്പൊടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കടുപ്പമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളക്കടല കുതിർത്തത് ചേർത്ത് കൊടുക്കാം. 8 മണിക്കൂറെങ്കിലും മിനിമം നമ്മളുടെ കടല കുതിർന്നിരിക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ തേയില വെള്ളം ഇതുപോലൊരു അരിപ്പയിലൂടെ കടത്തി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേയിലവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2 കറുവപ്പട്ടയും 1 ബേ ലീഫും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കടല നല്ലതുപോലെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 5-6 വിസിൽ വരെയും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുഴുവനെയുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 സവാള, വലുപ്പമുള്ളതാണേ, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും 1 പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള നിറമൊക്കെ നല്ലതുപോലെ ബ്രൗൺ ആവുന്നതിന് വരെ നമ്മളിത് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, എരിവ് കുറഞ്ഞതാണ്, അതുകൊണ്ട് 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ പകുതി അളവിൽ വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ മുഴുവനുള്ള ജീരകം ആദ്യമേ തന്നെ ആഡ് ചെയ്തതുകൊണ്ട് ഈ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരു വലിയ തക്കാളി മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ അരച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 2 വരെ യൂസ് ചെയ്യാം. നല്ലതുപോലെ വഴറ്റി തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ മിസ് ചെയ്യരുത്. കാരണം വെച്ചാൽ തക്കാളിയുടെ പച്ചച്ചുവ മാറിയില്ലെങ്കിൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. എല്ലാം നല്ലപോലെ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ കടല ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്നും ഞാൻ ആ കറുവപ്പട്ടയും അതുപോലെ തന്നെ ബേ ലീഫും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. തേയിലവെള്ളം ഇട്ട് നമ്മളത് തിളപ്പിച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ കടലക്കറിക്ക് നല്ല ഒരു കളറാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത്. തേയിലവെള്ളത്തിൽ തന്നെ കടല വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയൊക്കെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാട്ടോ ചെയ്യുന്നത്. കസൂരി മേത്തിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം കുക്കിംഗ് ഒന്നും നമ്മളുടെ റെസിപ്പിക്കില്ല. ഇനി നമ്മളിതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മിസ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചാബി റെസിപ്പിയിൽ പ്രത്യേകിച്ച് നെയ്യാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഞ്ചാബി ചോളെ മസാല. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.